കുറേ പേരുടെ റീലിൽ ട്രെൻഡായിട്ടുള്ള ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ തൊട്ട് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ആഫ്രിക്കക്കാരുടെ മെയിൻ ആയിട്ടുള്ള കസാവ ഫുഫു ആണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. സംഭവം ഒരു തവണെങ്കിലും ട്രൈ ആക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മുടെ മെയിൻ ഐറ്റം വേണ്ടത് കപ്പയാണ്. ഞാൻ ചെറിയ 2 കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. സാവധാനം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അതാ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ള കളർ മാറിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല കപ്പ ശരിക്കും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരില്ലേ, ആ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കാണാനുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് അവർ ചൂടോട് കൂടിയാട്ടോ ഇത് സെർവ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കും സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടെ കഴിക്കാം. ചൂടോട് കൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചൂടാറിയിട്ട് കഴിച്ചോളൂ. അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സംഭവം കപ്പ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും ഞാൻ ചിക്കൻ കറിയുടെ കൂടെയായിട്ട് ഇത് സെർവ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ട്രൈ ചെയ്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറന്നു പോകല്ലേ. താങ്ക്